ആയിരത്തിനടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തുകയാണ് കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെയും PTA-യുടെയും പരാതി. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചതായിരുന്നു സ്കൂളിന്റെ പ്രധാന കെട്ടിടം. കാലപ്പഴക്കത്തിൽ അപകട ഭീഷണി ഉയർന്നതോടെ തൊട്ടടുത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിച്ച് അധ്യയനം അവിടേക്ക് മാറ്റി. സ്കൂളിന്റെ പ്രവർത്തനം പുതിയ ക്ലാസുകളിൽ ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും പഴയ കെട്ടിടം പൊളിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. കാലപ്പഴക്കത്തിൽ ദുർബലാവസ്ഥയിലായ കെട്ടിടം പൊളിഞ്ഞു വീണാൽ പുതിയ സ്കൂൾ കെട്ടിടവും നിലംപൊത്തും. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ജീവനും വലിയ ഭീഷണിയാണ് ഉയരുന്നത്. പാമ്പൊക്കെ വരുള്ള ഭയമുണ്ട്. പാമ്പ് പിന്നെ ബിൽഡിംഗ് പൊട്ടി വീണ അങ്ങോട്ടാ വെക്കുക. നമ്മളെ മേത്തെ കൊട്ടി നമ്മളെ ജീവൻ അപകടത്തിലാവും. സ്കൂളിന്റെ ഒരു പകുതി ഭാഗം പോകും. കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ പലവട്ടം ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. പക്ഷേ നടപടിയുണ്ടായില്ല. ഈ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന പാചകപ്പുര പ്രധാന അധ്യാപിക സ്വന്തം ചിലവിൽ പുതിയ കെട്ടിടത്തിന് സമീപത്തേക്ക് മാറ്റിയിരുന്നു. ഈ 2 ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ കത്ത് കൊടുത്തിരുന്നു കോർപ്പറേഷനിൽ. അപ്പോൾ അന്വേഷണം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർക്കാർ അനുമതി വേണമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കൊളാപ്സ് വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൂടെ ഈ കുട്ടികളെ ക്ലാസ് നടത്തുന്ന മുറികളാണ്, 10-20 മുറികളുണ്ട് ഇവിടെ. അതിൻ്റെ മുകളിലേക്കുള്ള അതേമാതിരി തന്നെ. ഈ ബിൽഡിംഗ് 30 മീറ്റർ സ്ക്വയറുള്ള ഈ ബിൽഡിംഗ് വീണ് കഴിഞ്ഞാൽ ഇതിനും കൂടെ പറ്റും കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടാവുക. പഴയ കെട്ടിടത്തിനൊപ്പം വലിയ പഴക്കമില്ലാത്ത മറ്റൊരു കെട്ടിടത്തിനും ഫിറ്റ്നസ് ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. കെട്ടിടം സുരക്ഷിതമല്ലെന്ന പോലീസ് മുന്നറിയിപ്പല്ലാതെ അപകട സാധ്യതയുള്ള കെട്ടിടത്തിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം തടയുന്ന മറ്റൊരു നടപടിയും അധികൃതർ കൊണ്ടിട്ടുമില്ല. കൊല്ലം ഹരിപ്പാട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള അടിയന്തര നടപടികൾ വേണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എത്ര അനുഭവങ്ങൾ ഇതിനു മുൻപുണ്ടായി? ഓരോ മഴക്കാലത്തും ഓരോ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞൊഴിയുന്നു. അപകടത്തിൽ പലരും മരിക്കുന്നു, പലർക്കും പരിക്കേൽക്കുന്നു. പക്ഷേ ഇതിലൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്കൂളിലെ പഴയ കെട്ടിടങ്ങൾ. അശ്വതി, തീർച്ചയായും നമുക്ക് പിന്നിൽ കാണുന്നതാണ് ആ ഭിത്തിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 1920 നിർമ്മിച്ച കെട്ടിടമെന്ന്. അതായത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ അധ്യയനം നടന്നിരുന്നത്. എന്നാൽ കാലോചിതമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചു. പുതിയ കെട്ടിടത്തിലേക്ക് അധ്യയനം മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ പഴയ നിർമ്മിതി പൊളിച്ചു നീക്കാതെ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു എന്നതാണ് ഏറെ അത്ഭുതകരമായ കാര്യം. കാരണം ഈ പുറത്തു നിന്നുള്ള ഈ പകിട്ടിനപ്പുറം ഈ കെട്ടിടത്തിന്റെ ഉൾവശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നശിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് സ്കൂൾ അവധി ദിനമായതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ നേരിട്ട് ഈ കാഴ്ചകൾ കാണിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. ഓടുകൾ പൂർണ്ണമായും ദ്രവിച്ചിരിക്കുന്നു. പലയിടത്തും ഭിത്തികളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയൊരു മഴ വന്നാൽ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഒരുപക്ഷെ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴും എന്നൊരു വലിയ ഭീഷണിയാണ് ഉള്ളത്. ഈ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടമുള്ളത്. അതുകൊണ്ട് ഈ കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ മറുവശത്തുള്ള കെട്ടിടത്തിനെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങളാണ് രാവിലെ മുതൽ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവർ ഇടവേളകളിലും ഉച്ച സമയത്തുമൊക്കെ ഈ കെട്ടിടത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അധികൃതർ എത്ര വിലക്കിയാലും കുട്ടികളാണ് അവരുടെ കണ്ണു തെറ്റിയതിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നേരത്തെ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞതുപോലെ ഇഴജന്തുക്കൾ, പാമ്പ് അടക്കമുള്ളവയെ പലവട്ടം അവർ കാണുന്നു. അങ്ങനെ അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഓരോ അധ്യയന കാലം ആരംഭിക്കുമ്പോഴും സ്കൂളിന് ഫിറ്റ്നസ് വേണം, വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് വേണം, സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമാണോ, കുട്ടികൾക്ക് ഭീഷണിയായി വരുന്ന എന്തെങ്കിലും കെട്ടിടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ ഓരോ വർഷവും നടക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ പരിശോധനകൾ നടന്നപ്പോഴും അധികൃതരുടെ കണ്ണിൽ ഈ ഒരു അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പിടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആവട്ടെ, അല്ലെങ്കിൽ അധ്യാപക രക്ഷകത്വ സംഘടന ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ ഈ ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിൽ പോലും എന്തുകൊണ്ട് പൊളിച്ചു നീക്കുന്നില്ല എന്നൊരു കൃത്യമായ വിശദീകരണം ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പഴയ കെട്ടിടമാണ്, ഒരുപാട് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. പൊളിച്ചു നീക്കണമെങ്കിൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടി വരും. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ മാത്രമാണ് ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ കഴിയുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് കുട്ടികളുടെ ജീവിതം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം
സ്കൂളുകളിൽ ഉണ്ടായ അപകടത്തിൽ അല്ലെങ്കിൽ ഷോക്കേറ്റൊരു വിദ്യാർത്ഥി മരിച്ചപ്പോൾ കേരളം ഒന്നടങ്കം കരഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഒരു കാലിലൊരു പോറൽ പോലും സ്കൂളിലേക്ക് എത്തുമ്പോൾ ഏക്കാതിരിക്കുക എന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കടമയാണ്. കാര്യം ഈ തദ്ദേശ ഭരണ കെട്ടിടത്തിനോട് സ്ഥാപനങ്ങളുടെ ചേർന്ന് തന്നെ കടമയാണ്. അവർ ആ കുട്ടികൾ ഇപ്പോൾ കടമ പഠിക്കുന്ന ക്ലാസ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആ ഭക്ഷണശാല അല്ലെങ്കിൽ കഞ്ഞിവെപ്പ് പുര ഹെഡ് മിസ്ട്രസ് ഇടപെട്ടുകൊണ്ട് അവരുടെ പൈസ മുടക്കി അവർ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ അനീഷ് കാണിച്ച കെട്ടിടം ഒന്നുകിൽ റോഡിലേക്ക് അല്ലെങ്കിൽ ആ സ്കൂളിനകത്തേക്ക് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീഴാൻ സാധ്യതയുണ്ടെന്ന് പലതവണ അറിയിച്ചു, പക്ഷെ നടപടിയില്ല, അല്ലേ? തീർച്ചയായും നമ്മൾ ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് മാനാഞ്ചിറ മൈതാനമാണ്. ഒരു വശത്തുള്ളത് മാനാഞ്ചിറ മൈതാനത്ത് നിന്നും തൊട്ട് വശത്തുകൂടി കടന്നു പോകുന്ന ആദായ നികുതി ഓഫീസിന്റെയും മറ്റുമൊക്കെ ഭാഗത്തൂടെ കടന്നു പോകുന്ന കണ്ണൂർ റോഡ് കടന്നു പോകുന്ന ഇടമാണ്. ഒപ്പം ഏറ്റവും അധികം ആളുകൾ ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിൽ ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലമാണ്. ഈ PWD കോംപ്ലക്സിനൊക്കെ നേരെ എതിർവശത്തുള്ള മോഡൽ ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻഭാഗമാണ് വലിയ ഒരു തിരക്കേറിയ ബസ് സ്റ്റോപ്പ്. ആളുകൾ അവിടെ നിന്നും ഈ ഒരു അവധി ദിനമായിട്ടും അവിടെ ബസ് കയറാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. അത്തരത്തിൽ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ്. അവിടെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഒരു വശത്തേക്കുള്ളത് വഴിയാണ്, മറുവശത്തേക്ക് കുട്ടികളുടെ ക്ലാസ് മുറിയാണ്. ഈ രണ്ട് ഇടത്തേക്കുമാവാം ഈ അവശിഷ്ടങ്ങൾ വീഴുക. ഒരു വലിയ അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു വസ്തുത അധികൃതർക്ക് മനസ്സിലാവാത്തതെന്നാണ് നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്തത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കെട്ടിടം അപകടസ്ഥിതിയിലാണ്, അങ്ങോട്ട് പോകരുതെന്ന് കാണിച്ചു. ഒപ്പം ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പലവട്ടം അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ ഭീഷണിയുണ്ട്, കുട്ടികൾക്ക് അപകടകരമായ സ്ഥിതിയിലാണ് ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി പലവട്ടം അവർ റിപ്പോർട്ടുകളൊക്കെ മുകൾ തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇത് പൊളിച്ചു നീക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം. സംസ്ഥാനമൊട്ടാകെ സ്കൂളുകളിൽ ഒരു ഓഡിറ്റ് നടത്താനുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ, വൈദ്യുതി ലൈനുകൾ, സ്കൂളിലേക്ക് വീഴാൻ നിൽക്കുന്ന മരച്ചില്ലകൾ തുടങ്ങി അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിർദ്ദേശത്തിനുള്ളിൽ ഈ കെട്ടിടവും പെടുമെന്ന് നമുക്ക് കരുതാം. അതാണ് അനീഷ്, അങ്ങനെ അത്തരത്തിലുള്ള നൂലാമാലകളൊക്കെ കഴിഞ്ഞ് ഓഡിറ്റൊക്കെ കഴിഞ്ഞ് കെട്ടിടം പൊളിക്കാൻ എത്തുമ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത്രയേ പറയാൻ സാധിക്കുകയുള്ളൂ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.